ഇതിലും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെ പി.വി. അൻവറിനെ തള്ളി CPM രംഗത്തെത്തിയിരിക്കുകയാണ്. അൻവറുമായി ഇനി ഒരു ബന്ധവുമില്ല എന്ന് പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങളെ കണ്ടു പറയുന്ന ഒരു കാഴ്ച. അതാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനു മുൻപ് പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്തി അതിനു മുൻപ് പി.വി. അൻവർ ജനം TV-യോട് സംസാരിച്ചിരുന്നു. അപ്പോഴും രൂക്ഷമായ വിമർശനം തന്നെ അൻവർ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെ തന്നെ M.V. ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നു. അൻവറിനെ തള്ളിക്കൊണ്ട് ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അൻവറുമായുള്ള ബന്ധം പാർട്ടി പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നാണ് ഗോവിന്ദൻ പറഞ്ഞു വന്നത്. പിണറായി വിജയനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി മുഖ്യമന്ത്രിക്ക് അറിയാം. ADGPയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും സർക്കാരിനും ഇല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി പ്രവർത്തിക്കുകയാണ് അൻവർ എന്നും M.V. ഗോവിന്ദൻ പറയുന്നുണ്ട്. കേരളത്തിലെ പാർട്ടിയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറേ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾക്കും അവർക്ക് അനുകൂലമായ മാധ്യമങ്ങൾക്കും പ്രചാരണം നടത്തി വരികയാണ്. അവരുടെ വക്കാലത്ത് പിടിക്കുകയാണ് അൻവർ എന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അൻവറിൻ്റെ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ സഖാക്കൾ രംഗത്തിറങ്ങണം എന്നും പറയുന്നുണ്ട്. അതായത് അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങണം എന്ന ആഹ്വാനം തന്നെ M.V. ഗോവിന്ദൻ നടത്തുന്നുണ്ട്. അൻവറിൻ്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് അയാൾക്ക് കൃത്യമായ ധാരണയില്ല എന്ന് വ്യക്തമാണ്. അതായത് കമ്മ്യൂണിസത്തെപ്പറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി വ്യക്തമായ ധാരണ അൻവറിനില്ല എന്നും ഇപ്പോൾ എന്തായാലും M.V. ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. M.V. ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം നടന്ന സ്ഥലത്ത് നിന്ന് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്തായാലും അൻവറിനെ തള്ളി പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈയൊരു M.V. ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിഖിൽ, M.V. ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പൂർണ്ണമായും പാർട്ടിക്കെതിരെ ആരോപണങ്ങളില്ല. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും മുഹമ്മദ് റിയാസിനെയും അതേപോലെ തന്നെ വീണ അടക്കമുള്ള കുടുംബത്തെയാണ് ഈ അൻവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ M.V. ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അതിന് പ്രധാന കാരണം ഇടതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഇടതുപക്ഷ സഖ്യവുമായി ചേർന്നുകൊണ്ടുള്ള അൻവറിൻ്റെ നീക്കമാണ് എന്നുള്ളതാണ്. അതായത് അൻവർ എതിർ ചേരിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരം വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത് ാണ് പ്രധാനമായും M.V. ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അൻവറിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. അൻവർ സർക്കാരിലും പാർട്ടിയിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ രണ്ട് പരാതികളിലും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. പാർട്ടിയെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്, സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനത്തിലൂടെ അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അൻവറിനെ ധരിപ്പിച്ചിരുന്നു. അതായത് ഈ അന്വേഷണത്തിലെ ഓരോ പ്രോഗ്രസും കൃത്യമായി അൻവറിനെ ധരിപ്പിച്ചതായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അൻവർ പെട്ടെന്ന് ഇത്തരമൊരു റിയാക്ഷനിലേക്ക് പോകുവാനുള്ള കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. അതായത് അൻവറിന്റെ മനോനില ഇനിയും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് M.V. ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത മാസം 3-ാം തീയതി നേരിട്ട് കണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ വിശദമായി തന്നെ സംസാരിക്കാമെന്ന് M.V. ഗോവിന്ദന് അൻവർ ഉറപ്പ് നൽകിയതാണ്. ആ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് അൻവറിന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നിലപാട് ഉണ്ടായത് എന്നുള്ളതാണ്. ആ നിലപാടിന് പിന്നിൽ വലതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ മാധ്യമങ്ങളുമാണ് എന്നുള്ളതാണ് പ്രധാനമായും M.V. ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ M.V. ഗോവിന്ദൻ്റെ ശരീരഭാഷകളും സംസാരത്തിലും വ്യക്തമായത് അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുവാൻ CPM-ന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അൻവറിന് പലതവണ അവസരങ്ങൾ നൽകി എന്നാണ് M.V. ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത്. ആ അവസരങ്ങൾ പലതവണ നൽകിയപ്പോഴും അൻവർ അതിനെ ദുരുപയോഗം ചെയ്ത്, അതായത് ഇനിയും ഒരു അവസരം അൻവറിന് നൽകാൻ തയ്യാറാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. M.V. ഗോവിന്ദൻ വ്യക്തമാക്കിയത് പാർട്ടി ഒരു തരത്തിലുള്ള നടപടികളിലേക്കും അല്ലെങ്കിൽ ഇടതുമുന്നണി ഒരു തരത്തിലുള്ള നടപടികളിലേക്കും അല്ല നീങ്ങിയത്, മറിച്ച് ഈ അൻവർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും അദ്ദേഹം മാറുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി അദ്ദേഹം തന്നെ വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ് M.V. ഗോവിന്ദൻ സൂചിപ്പിച്ചത്. അതായത് പൂർണ്ണമായും അൻവറിനെ തള്ളാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് CPM നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ CPM-നെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ അൻവർ ഇപ്പോൾ ഇത്തരമൊരു ആയുധം ഉയർത്തി വരികയാണ്. അത് എല്ലാവരും സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടി അണികൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടണം എന്നുള്ള കാര്യമാണ് M.V. ഗോവിന്ദൻ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ അൻവർ ഉന്നയിച്ച ഓരോ പ്രധാനപ്പെട്ട ആരോപണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലൊന്നും വളരെ വ്യക്തമായ മറുപടിയൊന്നും M.V. ഗോവിന്ദൻ തന്നില്ല എന്നുള്ളതും ഇതിൽ ഏറ്റവും പ്രധാനമാണ്. അതായത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി CPM-ഓ അല്ലെങ്കിൽ പാർട്ടി തരത്തിലോ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും പൂർണ്ണമായും അൻവറിനെ തള്ളുവാൻ പാർട്ടിക്കാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. വലിയ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ
കുടുംബത്തിനെതിരെ ഉയർന്നു. അപ്പോഴും അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ തള്ളിപ്പറയുവാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പലതവണ അൻവറിന് അവസരം കൊടുത്തു പാർട്ടി എന്ന് പറയുന്നു. എന്നാൽ അൻവർ ആ അവസരങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ അൻവർ വീണ്ടും തിരിച്ചു വന്നേക്കാം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും അൻവറിനെ തള്ളുമോ അല്ലെങ്കിൽ കൊള്ളുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം ഇപ്പോൾ നിലവിൽ ഇടതുമല്ല വലതുമല്ല, നടുവിലിരിക്കും എന്നുള്ളതാണ് അൻവർ പ്രഖ്യാപിച്ചത്. അങ്ങനെ നടുവിലിരിക്കുന്ന അൻവർ എങ്ങോട്ടേക്കാണ് എന്നുള്ള, അല്ലെങ്കിൽ എങ്ങോട്ടേക്കാകും അദ്ദേഹത്തിൻ്റെ പോക്ക് എന്നുള്ളത് ഏവർക്കും വ്യക്തമാകും എന്നുള്ളത് ആണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് അൻവർ ഏതെങ്കിലും തരത്തിൽ BJP-യുമായി കൂട്ടുകെട്ടുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഏതായാലും കോലീബി സഖ്യം സംസ്ഥാനത്ത് തുടരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറയുന്നു. മാത്രമല്ല അൻവർ ADGP-ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പോലും കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും MV ഗോവിന്ദൻ സൂചിപ്പിച്ചത്. ADGP-ക്കെതിരെ നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് വരെ കൃത്യമായ അൻവറിനെ ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ മനോനിലയിലേക്ക് അൻവർ എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. എന്നിരുന്നാൽ തന്നെയും അത് ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെയും സ്വാധീനത്തിൻ്റെ ഫലമാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുന്നത്. അതേസമയം തന്നെ പ്രധാന ഉയർന്ന ഒരു ചോദ്യം, അതായത്